വെൽക്കം ടു ജസീസ് കിച്ചൺ. ഇന്നൊരു ഇഫ്താർ സ്പെഷ്യൽ സ്നാക്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇഫ്താറിനൊക്കെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ്. അതേപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ്. അപ്പം ഇതിനു വേണ്ടിയിട്ട് 4 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ 4 മുട്ടയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പഴം ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്തെടുക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഒരു 4 ഏലക്കായ കൂടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഷുഗറും ചേർത്ത് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. ഇനി ഒരു പാൻ വെച്ച് ഇതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ചെറുതായി കട്ട് ചെയ്ത് വെച്ച പഴം ഒന്ന് വാട്ടിയെടുക്കണം. പഴമൊക്കെ ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഈ പാനിലേക്ക് കുറച്ച് നെയ്യും കൂടി ഒഴിച്ച് കൊടുത്ത് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് വറുത്തെടുക്കാം. ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം. ഇനി നമ്മൾ മിക്സിയിൽ അടിച്ച് വെച്ചിട്ടുള്ള മുട്ടക്കൂട്ട് പഴത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്ത് കോരിയ പാനിലേക്ക് തന്നെ ഈ കൂട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിൻ്റെ നെയ്യൊക്കെ അതിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ വേറെ നെയ്യ് ഇട്ട് കൊടുത്തിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ ഈ പാനിൻ്റെ അടിയിലൊരു മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ലോ ഫ്ലെയിമിലിട്ട് 20-25 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. പിന്നെ 10 മിനിറ്റിന് ശേഷം ഒന്ന് മൂടി തുറന്ന് നമ്മൾ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരി അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇട്ട് കൊടുത്താൽ അത് താഴ്ന്നു പോകും. അതുകൊണ്ടാണ് 10 മിനിറ്റിന് ശേഷം ഇട്ട് കൊടുക്കുന്നത്. ഇനി ഒരു 25 മിനിറ്റ് വരെ നമ്മൾ വെയിറ്റ് ചെയ്യാം. ഒരു 25 മിനിറ്റ് ആയപ്പം ഒന്ന് തുറന്ന് നോക്കിയപ്പം ഇത് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് തൊട്ട് നോക്കിയപ്പം മുട്ടക്കൂട്ടൊന്നും കയ്യിൽ വരുന്നില്ല. ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്കോ വെച്ചിട്ട് നമുക്ക് തൊട്ട് നോക്കിയാൽ മതി. അപ്പോൾ മുട്ടയുടെ അംശമൊന്നും വരാത്തതുകൊണ്ട് നമ്മുടെ സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഇഫ്താർ സ്നാക്സ് ആണ്. അതേപോലെ തന്നെ കഴിക്കാൻ നല്ല രുചിയാണ്. അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തായിട്ടും നമ്മളിത് ഉണ്ടാക്കും, ഉറപ്പാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയും പുതിയ പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക്സ് ഫോർ വാച്ചിങ്.